السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യനായ താജുദ്ദീൻ സലാഹി സൂചിപ്പിച്ചതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ട് തുടങ്ങി വെച്ച് ഇറങ്ങി പുറപ്പെട്ട മൂവർ സംഘം ഇപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദുകളെ മനസ്സിൽ നിന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള ആദർശ പാതയിൽ നിന്നും ബഹുദൂരം പിറകോട്ട് പോയി എന്നുള്ളത് നാൾക്ക് നാളെന്നോണം ആളുകൾക്ക് ബോധ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം എന്തോ ഒരു ജിന്നും യാ ഇബാദയും ഒക്കെ കേട്ടപ്പോൾ നമുക്കെന്താ യാ അല്ലാ പോലെ എന്തിനാ യാ ഇബാദല്ലാ എന്ന് തലമുതിർന്ന ചില ആളുകൾ കൊണ്ട് ചോദിപ്പിച്ചപ്പോൾ സാധുക്കളായ നിസ്വാർത്ഥരായ ചില മുജാഹിദുകൾ തെറ്റിദ്ധരിച്ചു. കുടുങ്ങിയ സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിക്കാമെന്നാണ് ഇപ്പൊ ചില മൗലവിമാര് കൊണ്ടുവന്ന ആദർശമെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു. പക്ഷെ ആളുകൾ നാൾക്കുനോളം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രഭാഷണങ്ങളും മറുപടികളും മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാമായി കാര്യങ്ങൾ ഗ്രഹിച്ച് അസുഖം മറ്റേ കാലിലാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമാണ് ഈ കാണുന്ന ജനാവലി. അൽഹംദുലില്ലാഹ്, നാം റബ്ബിനെ സ്തുതിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു 2-3 ബക്കറ്റ് ഇങ്ങനെ വരും. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ പഴയത് വരുമ്പോൾ എല്ലാ മുജാഹിദുകളും ഇപ്പൊ കുറച്ച് പൈസ അധികം കരുതിയിട്ടാ പോരാ. കാരണം നമ്മൾ പോയി കൊടുത്തെങ്കിലേ നടക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രോഗ്രാം ഓടിച്ചത് പുറത്തായിരുന്നു. അവിടെ ഹാളിന് വാടക വേണ്ട, ഇപ്പൊ അകത്താണ്. അപ്പൊ ആ വാടകയും കൂടി നമ്മൾ ഇന്ന് ഇവിടുന്ന് കൊടുക്കണം. അന്നും പറഞ്ഞ പോലെ പൈസ ബാക്കിയാവണ്ട, അതിനത്രയും കൊടുക്കണ്ട. എല്ലാവരും 5000-10,000 കൊടുത്ത പൈസ ബാക്കിയാവും. അപ്പൊ അത്രയൊന്നും കൊടുക്കണ്ട, അതേ താഴെ കണ്ട് എല്ലാവരും കൊടുക്കുക. ഇനി കഴിയുമ്പോൾ ഈ പ്രോഗ്രാമിന് ചെലവ് അതിലൂടെ അവസാനിക്കണം. അതേപോലെ മണ്ണാർക്കാട്ട് ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങി, കുറച്ച് പൈസന്റെ കുറവുണ്ട്, അവരുടെ പുറത്തേക്കുന്നുണ്ട്. അപ്പൊ അകത്ത് കയറാൻ വയ്യാത്തോണ്ടാണ്. ഇവിടെ 2 ബക്കറ്റ് ഉണ്ടാകുമ്പോൾ 3-ാമത്തെ ബക്കറ്റും കൊണ്ട് വരാൻ വയ്യല്ലോ. ഒരു പള്ളിക്ക് സ്ഥലം വാങ്ങി ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളി അവിടെ വരും. 3/4 ഭാഗം അവർ തന്നെ പണം സ്വയം അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി തികയാത്തതിനാണ് നമ്മളെ സമീപിച്ചത്. ഒരു പുറത്തുണ്ടാകും, പോണ വഴിക്ക് പള്ളിക്ക് സ്ഥലം വാങ്ങി പൈസ കൊടുക്കാൻ പൂതിയുള്ളത് അതും കൊടുത്തു പോവാം. റബ്ബ് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും ശരി, മുജാഹിദുകളുടെ മനസ്സിൽ നിന്ന് ആൾക്ക് നാളെന്നോണം ഈ മൂവർ സംഘം മെല്ലെ 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 പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം സമുദായത്തെ പഠിപ്പിച്ച അടിസ്ഥാന ആദർശ പാതയിൽ നിന്ന്, തൗഹീദിന്റെ പാതയിൽ നിന്നും അങ്ങേ അറ്റം വഴിമാറിപ്പോയി, വ്യതിചലിച്ചു പോയി എന്നുള്ളത് പുലിക്കലിൽ അവർ നടത്തിയ മുഖാമുഖം നാടകത്തോടുകൂടി ഒന്നുകൂടി ബോധ്യമായിരിക്കുകയാണ്. നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും മുഖാമുഖം നടത്തിയപ്പോൾ ഒരിക്കലും പൂതി ഒന്ന് നടത്തി നോക്കിയാലോ. പണ്ട് അനസ്മോദി കൊടുവള്ളി എന്ന് പറഞ്ഞു, ഒരു ധൈര്യം മുഖാമുഖം നടത്തട്ടെ, ഒരു 10 നടത്തുമ്പോഴേക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല. അത് ശരിയാ. നമ്മൾ 10 നടത്തിയപ്പോ പിന്നെ മൂപ്പര അഡ്രസ് ഇല്ല. ആ മുഖാമുഖങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ അങ്ങേയറ്റത്തെ സഹായം കൊണ്ട് ഇനിയും ധാരാളം മുഖാമുഖങ്ങൾ ഇൻഷാ അല്ലാഹ് നടക്കാനുമുണ്ട്. പക്ഷെ അനസ് മൗലവിയെ നമ്മൾ ആ രംഗത്ത് പിന്നെ കണ്ടില്ല.
നാല് ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്നു. എന്തൊരു മുഖാമുഖം നമുക്ക് നടത്തിക്കൂടെ എന്ന് അവിടെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാ എന്നൊന്ന് നടത്തണമല്ലോ. അങ്ങനെയാണ് പുളിക്കലായിക്കോട്ടെ, വേറെ വേജാടില്ലല്ലോ എന്നാ. അതിനാണ് അബ്ദുറഹ്മാൻ സലഫിയും അതേപോലെ ഹനീഫ് കായക്കൊടിയും നാസറുല്ലമിയും എല്ലാവരും വന്നിട്ടും എന്നാലും ചില ഇബാറത്ത് ഓർമ്മയില്ലെങ്കിലോ അത് ഓർമ്മാക്കി കൊടുക്കാൻ വേണ്ടി ന്യൂരിസിയും അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ടാണ് ഇവിടെ മുഖാമുഖം സംഘടിപ്പിച്ചത്. എന്താ ഉണ്ടായത്? ഒരു ചോദ്യം, ഒരു ഉപചോദ്യം, അതിനപ്പുറം ഒരു ചോദ്യം ഉപചോദ്യം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചോദ്യത്തിൽ എണീച്ചപ്പോ പറ്റൂല, ബാക്കിൽ പോയിരുന്നോളീന. ഏറ്റവും ബാക്കിൽ നിന്ന് എല്ലാവരും ചോദ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാം. ആ സാധു ബാക്കിൽ പോയിരുന്നു ഇത് വിശ്വസിച്ചിട്ട്. എല്ലാവരും കഴിഞ്ഞപ്പോ സമയം കഴിഞ്ഞു എന്നാണ്. എല്ലാവരും ചോദ്യം കഴിഞ്ഞപ്പോ എണീറ്റപ്പോ സമയം കുറെ ആയി, ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. എന്നിട്ടോ 3/4 മണിക്കൂർ മറ്റേ ചങ്ങായിന്റെ പ്രഭാഷണവും. അതിന് പ്രശ്നമില്ല. ആ ഒറ്റ ചോദ്യം കൂടി വന്നാൽ പൂർണ്ണമായും പുളിക്കലെ മുഴുവൻ കാരണവന്മാർക്കും ഇവിടെ തണിങ്ങുന്നവർക്കറിയാം. അല്ലെങ്കിലേ അത് ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ കാരണന്മാരുടെയൊക്കെ സംസാരം ഉണ്ടല്ലോ. കാരണന്മാരെ കൂടിയിരിക്കുമ്പോ ചർച്ച എന്താ, സംസാരം എന്താ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഖണ്ഡനം ഒരു 4-5 റൗണ്ട് അങ്ങോട്ട് പോട്ടെ. നമ്മളത് ഒരുങ്ങിയത് ഞങ്ങൾക്ക് വേജാറൊന്നുമില്ല. ഒരു ബക്കറ്റുള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല. ആ ബക്കറ്റും കൊണ്ട് അങ്ങനെ പോയാൽ മതി, കാര്യങ്ങൾ നടന്നോളൂ. അതുകൊണ്ട് 4-5 റൗണ്ട് ഇൻഷാ അല്ലാഹ് ഇത് മുന്നോട്ട് പോവുക, നിർത്തിപ്പോകരുത് എന്നാ പറയാനുള്ളത്. വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ, ആളുകൾ പഠിക്കട്ടെ. എന്തേ മാറിയത്, ആരാ മാറ്റിയത്, എവിടെയാ മാറ്റമുണ്ടായത്, ആരാ ശരിയായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിലും പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിലും ഇപ്പോഴും ഉള്ളത്, ആരാ പുതിയ പുതിയ വാദങ്ങളുമായി രംഗത്ത് വന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പറഞ്ഞു എവിടെ എത്തി? അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമല്ല ഈ പുളിക്കലിനെ വെളിപ്പെടുത്തൽ. ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ആരൊക്കെ? ജിന്നും മലക്കും ശൈത്താനും ദുആ കേൾക്കുമെന്ന് മാത്രമല്ല ഉത്തരം ചെയ്യുമെന്ന് മടവൂരിച്ചാലനായി ഈ പ്രസ്ഥാനത്തെ പൊളിക്കാമെന്ന് കോളിച്ചലിന് മുങ്ങിയ നാസറുല്ലമി ഇവിടെ വന്ന് പൊങ്ങിയിട്ട് ഇപ്പൊ വെളിപ്പെടുത്തുക. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇക്കാലം വരെ കേട്ടുപരിചയം പോലുമില്ലാത്ത ഈ പുളിക്കലിനെ കാരണവന്മാരെ പോലും നെട്ടിത്തെറിച്ചിട്ടുണ്ടാകും ആ ഒരു വാദം കേട്ടപ്പോൾ. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിന് മുമ്പ് അതിന് 4 വഴികൾ പറയണമല്ലോ. കഴിഞ്ഞ പ്രസംഗത്തിൽ, കഴിഞ്ഞ മുഖാമുഖത്തിൽ ഞാനും താജുദ്ദീൻ സലാഹിയും വിശദമായി വിശദീകരിച്ചതാണ് ഓരോ രംഗവും. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഇത് ആവശ്യമില്ല. അതെല്ലാം നമ്മൾ പറഞ്ഞു. വാദപ്രതിവാദമടക്കം അബ്ദുറഹ്മാൻ സലഫിയെ വെല്ലുവിളിക്കാനുള്ള സാഹചര്യമടക്കം ഇവിടെ പറഞ്ഞു. ഇപ്പൊ ആ സംവാദത്തിന് ഒരു പുതിയ ന്യായം, ഒരു പുതിയ മറുപടി കണ്ടെത്തിയ ഇപ്രാവശ്യം ഹനീഫ് കായക്കൊടി വന്ന് ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ട് ഈ വിവാദമുണ്ടായി? ചിലർ വിചാരിക്കും എന്താ പണ്ടൊന്നും ഇല്ലാത്തൊരു വിവാദം, എന്താ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നത്? 100 കൊല്ലമായി നമ്മൾ പോന്നു, 90 കൊല്ലം അല്ലെങ്കിൽ 80 കൊല്ലം ഒരു പ്രശ്നവുമില്ലാതെ പോന്നു. 2002 ഒരു വിവാദമുണ്ടായി. അവിടെ ഇങ്ങോട്ട് പിന്നെ വിവാദങ്ങളാണല്ലോ. 1, 2, 3, 4 അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പുലരാൻ പോകുന്നു. 2 കമ്പിയിൽ ഏതിനാ ബലം കൂടുതൽ എന്ന മൽപ്പിടുത്തം നടന്നുകൊടുക്കുക. ആയിക്കോട്ടെ, ആർക്കും പിളരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിളരാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ലല്ലോ. ആർക്കും പിളരാം, ആർക്കും പോകാം, പ്രശ്നമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ വിവാദമുണ്ടായി? 1920 രൂപീകരിച്ച സംഘടനാ സംവിധാനം 2002 വരെ ഇല്ലാത്ത വിവാദം എന്തുകൊണ്ട് അവിടെ മുതൽ ഇങ്ങോട്ടുണ്ടായി? അത് പിന്നെ വീണ്ടും മൂർച്ഛിച്ചത് എന്തുകൊണ്ട്? എന്താ മർമ്മം? അതാ നേരത്തെ സലാഹിബ് സൂചിപ്പിച്ചത്. പ്രശ്നം മറ്റൊന്നുമല്ല, 80 കൊല്ലം സ്വീകരിച്ചു പോന്ന നയമെന്തായിരുന്നുവോ ആ നയത്തിന്റെ കടക്കല കത്തിവെച്ചത്. ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി അടക്കമുള്ള നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ K ഉമർ മൗലവിയും അതേപോലെ MCC മൗലവിമാരും രണ്ടത്താന് സയ്യിദ് മൗലവിയും തുടങ്ങി KP മുഹമ്മദ് മൗലവിയും അവസാനം കുഞ്ഞീരു മദനി അടക്കമുള്ള അടുത്ത കാലങ്ങളിൽ വഫാത്തായി പോയ നമ്മുടെ പണ്ഡിതന്മാർ അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ എഴുതി പ്രചരിപ്പിച്ച, അവരൊക്കെ പ്രസംഗിച്ച, അവരൊക്കെ പഠിപ്പിച്ച, അവരൊക്കെ ഈ നാട്ടിലെ ഖുറാഫികളുമായി ഏറ്റുമുട്ടിയ രംഗത്ത്
അവർ പ്രചരിപ്പിച്ച വാദം എന്താണോ, അവര് പഠിപ്പിച്ച ആദർശം എന്താണോ, ആ ആദർശ പാതയിൽ നിന്ന് പിറകോട്ട് ചിലർ പോയി. അവിടെ തന്നെയാണ് വിവാദമുണ്ടായത്. അവിടെയാ വിവാദമുണ്ടായത്. അല്ലാതെ പുതിയ വാദം മുജാഹിദുകൾ ആരും ഏറ്റെടുത്തിട്ടില്ല. കെ.എം. മൗലവി ഈ വിഷയമായി രേഖപ്പെടുത്തിയത് അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഓരോന്നും പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യമാകും ആർക്കാ തെറ്റിയത്, ആർക്കാ അബദ്ധം പറ്റിയത് എല്ലാം മനസ്സിലാകും. ഒരു പ്രയാസവുമില്ല. ഇത് കെ.എം. മൗലവിയുടെ പുസ്തകം അദ്ദുആഉ വൽ ഇബാദ. അദ്ദുആഉ വൽ ഇബാദ കെ.എം. മൗലവിയുടെ പുസ്തകം. മാത്രവുമല്ല, ഇത് പ്രസിദ്ധീകരിച്ചതോ ജംഇയ്യത്തുൽ ഉലമാ ബി കേരള. കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ കെ.എം. മൗലവി എഴുതിയ പുസ്തകമാണ് അദ്ദുആഉ വൽ ഇബാദ എന്ന ഈ പുസ്തകം. അന്ന് KJUവിന്റെ ആസ്ഥാനം തിരുവങ്ങാടിയില. അവിടുന്ന് ഇത് പുറത്തിറക്കുന്നത്. ഇന്ന് അതിന്റെ ആസ്ഥാനമോ ഈ പുളിക്കലാണല്ലോ. ഈ പുളിക്കലിൽ ഇന്ന് ആസ്ഥാനം ഉള്ള കേരള ജംഇയ്യത്തുൽ ഉലമ ആ KJUവിന്റെ പ്രസിദ്ധീകരണമായി അല്ല, ഒന്നാമത്തെ പ്രസിദ്ധീകരണമായി പുറത്തിറങ്ങിയ അദ്ദുആഉ വൽ ഇബാദ. ഇതില് കെ.എം. മൗലവി പറഞ്ഞിട്ടുണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം, മലക്കുമായി ബന്ധപ്പെട്ട വിഷയം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത് അദ്ദേഹം അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയത്? അദ്ദേഹത്തിന്റെ ചോദ്യമാണ് ദുആ എന്നാൽ എന്ത്, എപ്പോഴാണ് ഒരു വിളി ദുആ ആവുക, എപ്പോഴാണ് അത് ആരാധനയായി മാറുക എന്ന് കെ.എം. മൗലവിയോട് ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഈ പുസ്തകം. ആ ചോദ്യത്തിന് നൽകിയ മറുപടി അതാണ് പുസ്തകമായി പുറത്തു വന്നത്. അതിന്റെ 7ാമത്തെ പേജിൽ മൗലവി എഴുതുക, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ട് മൗലവി പറയുന്നു, ഈ കാര്യത്തിൽ ഹയാത്തുള്ളവരോടായാലും മരിച്ചവരോടായാലും ആ ദുആകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മരിച്ചോരെ വിളിച്ച ദുആ ജീവനുള്ളവരെ വിളിച്ച ദുആ അല്ല എന്നല്ല. ദൃശ്യലോകത്തുള്ള മനുഷ്യന്മാരെ ഒഴിവാക്കി മരിച്ചുപോയ മനുഷ്യന്മാരെ ഒഴിവില്ല എന്നല്ല. ഹയാത്തുള്ളവരായാലും അതേപോലെ മരിച്ചവരായാലും ആ ദുആകൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെയുള്ള വ്യത്യാസം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാരശക്തി അഥവാ ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാരശക്തി സൃഷ്ടാവിന് മാത്രമേയുള്ളൂ. മറഞ്ഞ നിലയ്ക്കുള്ള കഴിവ്, ആദിയായ സബബുകൾക്കപ്പുറമുള്ള കഴിവ്. എന്താ ആദിയായ സബബ് എന്നാൽ? സാധാരണ കാര്യകാരണ ബന്ധം. ആദിയായതാണ് സാധാരണയായത്, സബബ് എന്ന കാര്യകാരണ ബന്ധം. ആദിയായ സബബുകൾക്കപ്പുറമുള്ള ശക്തി അഥവാ സാധാരണ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധികമായ ശക്തി സൃഷ്ടാവിന് മാത്രമേയുള്ളൂ. സൃഷ്ടികൾക്കാർക്കും, ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകൾക്കാവട്ടെ ജിന്നുകൾക്കാവട്ടെ അമ്പിയാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാവട്ടെ ഹയവാനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കുമില്ല, ഒന്നിനുമില്ല. സബബുകൾക്കതീതമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കഴിവ് ജിന്നില്ല, മലക്കിന്നില്ല, മരിച്ചവർക്കില്ല, ജീവിച്ചിരിച്ചവർക്കില്ല, മൃഗങ്ങൾക്കില്ല, നിർജീവമായ വസ്തുക്കൾക്കില്ല. ആരാ എഴുതിയത്? കെ.എം. മൗലവി. ആരാ പ്രസിദ്ധീകരിച്ചത്? ജംഇയ്യത്തുൽ ഉലമ. അദ്ദേഹം പറയാം, അങ്ങനെയുള്ള മറഞ്ഞ അധികാരശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ, അങ്ങനെയുള്ള മറഞ്ഞ അധികാരശക്തി, അതാ മറഞ്ഞ വഴിക്ക് സഹായിക്കാനാ, കണ്ണ് കാണാത്തതല്ല. മറഞ്ഞ വഴിക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധികമായി സഹായിക്കുക. അങ്ങനെയുള്ള മറഞ്ഞ ഒരു അധികാര ശക്തി ഏതൊരു വസ്തുവിനുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. പുസ്തകത്തിന്റെ പാരമ്പര്യമാണിത്. മറഞ്ഞ വഴിക്കുള്ള അധികാരശക്തി ഏത് വസ്തുവിനുണ്ടെന്ന് ആര് വിചാരിക്കുന്നുവോ അവൻ ആ വസ്തുവിനെ ഇലാഹാക്കി. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അന്ന് മുതൽ എഴുതിപ്പോന്നു, അഭൗതികമായ കഴിവ് ആർക്കുമില്ല, റബ്ബിന് മാത്രം, പടപ്പുകൾക്ക് ആർക്കുമില്ല. രണ്ടത്താണ് സെയ്ദ് മൗലവി ഇത് തന്നെ എഴുതി. രണ്ടത്താണ് സെയ്ദ് മൗലവിയുടെ പേരിൽ രണ്ടത്താണിന് പുറത്തിറങ്ങിയ പുസ്തകമാണിത്. തൗഹീദിന് വേണ്ടി ഒരു ധന്യ ജീവിതം
ഈ പുസ്തകത്തിന്റെ 127-ാമത്തെ പേജിലും 131-ാമത്തെ പേജിലും ഈ ആശയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞത്? സെയ്ദ് മൗലവി എഴുതുന്നു, അദ്ദേഹത്തെ ലേഖനം എടുത്തു കൊടുത്തതായത്. സെയ്ദ് മൗലവിയുടെ ലേഖനം ഇതിൽ എടുത്തു കൊടുക്കുന്നു. ആ ലേഖനത്തിൽ സെയ്ദ് മൗലവി പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്കാർക്കും മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്നും അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാനോ ദോഷം വരുത്തുവാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല, അല്ലാഹുക്ക് മാത്രമേ കഴിയൂ എന്ന് കണ്ടെത്താണ് സെയ്ദ് മൗലവി. കഴിയുമെന്ന് ഏതെങ്കിലും വസ്തുവിനെ പറ്റി ആരെങ്കിലും ധരിച്ചാൽ ആ വസ്തുവിനെ അവന്റെ ഇലാഹാക്കി എന്ന് KM മൗലവി അദ്ദേഹം എടുത്തു പറഞ്ഞു. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മരിച്ചവരാകട്ടെ, ജീവനുള്ളവരാകട്ടെ, ഹയവാനാത്താകട്ടെ, ജമാദാത്താകട്ടെ, ഏതാണെങ്കിലും ശരി, മറഞ്ഞ വഴിക്കുള്ള അധികാര ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതിനെ ഇലാഹാക്കി. ഇത് ഈ നിലപാടിൽ നിന്ന കാലത്തോളം സിഹർ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല. അതുകൊണ്ട് KM മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് വ്യക്തമായി വിശദമായി അന്നേ രേഖപ്പെടുത്തി വെച്ചു. ഉമർ മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹത്തിന്റെ പല രചനകളിൽ അദ്ദേഹം വിശദീകരിച്ചു. ആരാ എഴുതാത്തത്? തൗഹീദുമായി ബന്ധപ്പെട്ട് പുസ്തകം രചിച്ച ആരാണ് സിഹറുമായി ബന്ധപ്പെട്ട് അതിന് ശരിയായ വസ്തുത എന്ത് എന്ന് എഴുതാത്തത്? എന്നാൽ ഇതിൽ നിന്ന് വിട്ടു ആര്? അബ്ദുസ്സലാം സലമി ആദ്യം വിട്ടു. ആദ്യം വിട്ടിട്ട് അയാൾ പറഞ്ഞു, ജിന്നും മലക്കും അഭൗതികമാണ്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജിന്നും മലക്കും അഭൗതികാണ്. അത് പറഞ്ഞപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? ജിന്നും മലക്കും അഭൗതികാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുര പൊളിഞ്ഞു. 80 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോലെ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ അടിസ്ഥാനത്തിലാണ് തകരാറ് സംഭവിക്കുന്നത്. അതോടുകൂടി KM മൗലവിയുടെ കൂടെ പഠിക്കുകയും വളരുകയും കൂട്ടുകാരായി ജീവിക്കുകയും ചെയ്ത ബഹുമാനായ PK മൂസ മൗലവി അദ്ദേഹം എഴുതി. എന്താ എഴുതിയത്? അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. അഭൗതിക വഴിക്ക് ഗുണം ചെയ്യാനും ദോഷം വരുത്താനും ആരെങ്കിലും ഏതെങ്കിലും വിധേന കഴിയുമെന്ന് വല്ലവനും വിചാരിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അപ്പൊ അഭൗതികമായി ഗുണം ചെയ്യാൻ ദോഷം വരുത്താനും അല്ലാഹ്ക്ക് മാത്രമേ കഴിയാൻ വകുപ്പുള്ളൂ, റബ്ബ് മാത്രമേ ചെയ്യുന്നവരുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ ഇതിൽ നിന്ന് അബ്ദുസ്സലാം സലമി വിട്ടപ്പോ അയാൾക്ക് എഴുതേണ്ടി വന്നു, ജിന്നും മലക്കും അഭൗതിക എന്ന് പറഞ്ഞതോടുകൂടി ജിന്നും മലക്കും നമ്മളെ സഹായിക്കൂല, ജിന്നും മലക്കും ഉപദ്രവിക്കൂല എന്ന് എഴുതേണ്ടി വന്നു. അബ്ദുസ്സലാം സലമിയുടെ തൗഹീദ് എന്ന യാഥാർത്ഥ്യ വ്യതിയാനം എന്ന പുസ്തകത്തിന്റെ 11-ാമത്തെ പേജ്, അഥവാ 1-ാമത്തെ അധ്യായം. എന്താ ഹെഡിങ്? അദൃശ്യം, അഭൗതികം, വ്യതിയാനം. ഇത്രയും കാലം പറഞ്ഞ അദൃശ്യം അഭൗതികമെന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന്, ഈ ഒരു വസ്തുതയിൽ നിന്ന് അയാൾ വ്യതിചലിക്കുന്നു. ഇന്നലെ അയാൾ ഇങ്ങോട്ട് ആരോപിക്കുക, നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. ഇതിന് 1-ാമത്തെ പാരഗ്രാഫിൽ സലാം സലമി പറഞ്ഞു, മലക്ക് അദൃശ്യവും അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ശരിയാ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു.